കപ്പിൾസിനിടയ്ക്ക് സെക്ഷൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറിൽ വളരെ കുറവാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നെന്നുള്ള ഓരോ വ്യക്തികളും വളർന്നിരുന്ന സാഹചര്യം എന്നുള്ളത് നമുക്ക് നമ്മുടെ ഒരു സെക്സിനെ കുറിച്ചിട്ടുള്ള ഇനീഷ്യൽ ഇൻഫർമേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്. പലർക്കും ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സോഴ്സസിലൂടെ ആയിരിക്കാം. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നമ്മുടെ ഒരു കൾച്ചറിൽ പൊതുവെ ആളുകൾ കല്യാണത്തിൻ്റെ ഒക്കെ മുന്നേ ആയിട്ട് ഫാമിലിയിൽ മുതിർന്ന ആൾക്കാരോടൊക്കെ ആയിരിക്കാം ചോദിക്കുന്നുണ്ടാവുക. ഇതിൽ ആർക്കും ഇതിനെ കുറിച്ചിട്ടൊരു കറക്റ്റ് ധാരണ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സോ അത് പോസിറ്റീവ്ലി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ സെക്ഷൽ കമ്മ്യൂണിക്കേഷൻ എളുപ്പത്തിൽ അവർക്ക് പറ്റിയേക്കാം. പക്ഷെ അത് വളരെ ഷെയിംഫുൾ ആയിട്ട് അത് ഹൈഡ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് അവർ പഠിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി അത് ബ്രേക്ക് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല ഡിഫിക്കൽട്ടായി. പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിൽ മാരേജിലൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വൾണറബിൾ ആവേണ്ട ഒരു സ്പേസ് ആണ്. അപ്പോൾ ഒരു സെക്ഷൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് വൾണറബിലിറ്റി എന്നുള്ളതാണ്. അപ്പം അതിലൊരു മടി കാണിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കാം ഇനീഷ്യൽ ഇതിൽ, പക്ഷേ വൺസ് യു സ്റ്റാർട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് നിങ്ങളുടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ നീഡ്സും പറയുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു സെക്ഷൽ നീഡ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഒരു ലോങ് ടേം ഇൻറ്റിമസീനെയും ഇമോഷണൽ കണക്ഷനും ഒക്കെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്.